നമസ്കാരം. ഒരു അവിയൽ ഉണ്ടാക്കാം. ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു 10-15 ചെറിയ ഉള്ളി ഇടുക. അതിലേക്ക് 1/4 ടീസ്പൂൺ ചെറിയ ജീരകവും ഇടുക. സ്വല്പം വെള്ളം ഒഴിച്ച് ഇതിനെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. ചുവട് കട്ടിയുള്ള ഒരു പാത്രം വേണം എടുക്കാൻ. ഈ പാത്രത്തിൽ ആദ്യം ചേനയുടെ കഷ്ണം ഞുറുക്കിയത് ഇടുക. അടുത്തതായിട്ട് ചേമ്പിൻ്റെ കഷ്ണം നുറുക്കിയത് ഇടുക. ഇത് വാഴയ്ക്ക നുറുക്കിയതാണ്, അതിനെയും ഇടുക. കൂടുതൽ വേവുള്ളതൊക്കെ ആദ്യമേ ഇടണം. പിന്നെ ബാക്കി കഷ്ണങ്ങളെല്ലാം കൂടി ഇടുക. ഇതിലേക്ക് 3 പച്ചമുളക് പിളർന്നതിട്ടിട്ടുണ്ട്. ഉള്ളിയും ജീരകവും അരച്ച പേസ്റ്റാണ്, അതും കൂടി ഇതിലേക്ക് ഇടുന്നു. സ്വല്പം മഞ്ഞൾ പൊടി ഇടുന്നു. ആവശ്യത്തിന് ഉപ്പിടുന്നു. ഒരു 3 തണ്ട് ഫ്രഷ് കരിയാപ്പല അതും ഇതിലേക്ക് ഇടുന്നു. ഇനി 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിക്കുന്നു. ഇത് ഏകദേശം 3/4 കിലോ കഷ്ണങ്ങളുണ്ട്. വെള്ളം ഒഴിക്കുന്നു. ഇനിയും തീ കൊടുക്കുക. അടച്ചു വെച്ച് പകുതി വേവ് വരെ ആക്കുക. ഇനി ഒരു നെല്ലിക്കയോളം വലിപ്പത്തിലുള്ള ഒരു കഷ്ണം പുളിയെടുത്ത് വെള്ളത്തിലിട്ട് കുതിർത്ത് അതിനെ പിഴിഞ്ഞെടുക്കുക. വീണ്ടും കുറച്ച് കൊച്ചുള്ളിയും ഒരു 3-4 പച്ചമുളകും. പച്ചമുളകെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ എരിവിനനുസരിച്ച് പച്ചമുളക് ഇനി ഇട്ടോണം. ഒന്ന് ചതച്ചെടുക്കുക ഇതിനെ. ഇതൊരു 2.5 കപ്പ് തേങ്ങയുണ്ട്. ഇതിനെ മിക്സിയുടെ ജാറിലൊന്ന് ചതച്ചെടുക്കുക. ഇപ്പോൾ പകുതി വേവായിട്ടുണ്ട്. ഇനി തീ കുറച്ചിട്ട് തുറന്ന് നോക്കാം. ഇതിലേക്ക് തേങ്ങ ചതച്ചതിനെ ഇടുന്നു. ഇതിലേക്ക് പിഴിഞ്ഞു വച്ചിരിക്കുന്ന പുളിവെള്ളം കൂടി ഒഴിക്കുന്നു. പുളിവെള്ളമൊക്കെ നോക്കിയിട്ട് ഒഴിക്കണം, ആവശ്യത്തിനൊക്കെ ഒഴിക്കാവുള്ളൂ. പിന്നെ കുറച്ച് ദിവസത്തേക്ക് 2-3 ദിവസത്തേക്കൊക്കെ വെക്കാനാണെങ്കിൽ പുളി ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഇതിനകത്ത് തൈര് ചേർക്കാവുന്നതാണ്. തൈര് ചേർത്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഉപയോഗിക്കണം, അല്ലെങ്കിൽ ഒരു ദിവസം കഴിയുമ്പോഴേ രുചി മാറാൻ തുടങ്ങും. ഇനി കഷ്ണങ്ങൾ ഇടുമ്പോൾ ക്യാരറ്റിൻ്റെ കഷ്ണം അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത്. ക്യാരറ്റൊക്കെ ഇടുമ്പോൾ അവിയലിൻ്റെ കളറൊക്കെ ഒന്ന് മാറും. ഇതിപ്പോൾ വാങ്ങാറായി. ഇതിലേക്ക് ആ കൊച്ചുള്ളിയും പച്ചമുളകും കൂടെ ചതച്ചത് ഇടുന്നു. കൂടുതൽ വെള്ളം കറിക്ക് ആവശ്യമില്ലെങ്കിൽ, ചാറ് ആവശ്യമില്ലെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. അളവിൻ്റെ പകുതി വെള്ളം ഒഴിച്ചാൽ മതി, വെന്തെടുത്താലൊക്കെ മതിയെങ്കിൽ. ഇതുപോലെ വെള്ളവും ചാറും ഒക്കെ വേണമെങ്കിൽ ഏറെ വെള്ളം ഒഴിക്കണം. വെള്ളത്തിൻ്റെ അളവ് കുറച്ച് വെക്കുന്നതാണ് നല്ലത് ആദ്യം തന്നെ. പിന്നെ ആവശ്യമെങ്കിൽ തിളച്ച വെള്ളം ഒഴിച്ചാൽ മതി. ഇതിനെ നന്നായിട്ടൊന്ന് തിളപ്പിച്ച് അതിൻ്റെ പച്ചമണം ഒന്ന് പാറ്റുക, പച്ചമുളകിൻ്റെയും ഉള്ളിയുടെയും. ഇനി തീ ഓഫ് ചെയ്യുക. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണ ഒഴിക്കുക. ഒരു 2-3 തണ്ട് കരിയാപ്പലയും ചേർക്കുക. ഇനി ഒരു 5-6 മിനിറ്റ് അടച്ച് വെക്കുക. അത് കഴിഞ്ഞിട്ട് അതിനെ കൂട്ടി ഇളക്കി സർവീസിങ് ഡിഷിലേക്ക് മാറ്റി ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.